അപ്പോൾ കുക്കർ ഓപ്പൺ ചെയ്യാൻ പോണ്. എന്താണ് പച്ചക്കറി അല്ലേ? പച്ചക്കറി എന്ന് പറയുമ്പോൾ അതിൽ ഒരു എന്താ പറയുക, അതിലെന്തൊക്കെ ചെയ്യാത്തുള്ളത്? ഉരുളൻകിഴങ്ങ്, പിന്നെ ക്യാരറ്റ്, പടവലങ്ങ. അപ്പോൾ ഇതൊക്കെ കൂടി ചേർത്തിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയില്ല കേട്ടോ. കറി എന്ന് പറയാൻ പറ്റില്ല, ഒരു വേറൊരു ഇതിൽ കൂട്ടുകറി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ വളരെ കുറച്ചേ എടുത്തുള്ളൂ. കാരണം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഡോക്ടർ ഡയറ്റിങ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഡയറ്റിംഗ് എന്ന് വെച്ചാൽ ഫാറ്റി ലിവറിൻ്റെയൊക്കെ വിഷയമുണ്ട് കുറച്ച്. അപ്പോൾ അത് കൺട്രോളാക്കാൻ വേണ്ടിയിട്ട് ചോറിൻ്റെ അളവ് വളരെ കുറച്ചിട്ട് പകരം പച്ചക്കറി എന്നൊക്കെയാണ് ഇപ്പോൾ ബാക്കി. അപ്പോൾ പച്ചക്കറിയുടെ അതും കൂടെ ഒരു മീനിൻ്റെ മീൻ വറ്റിച്ചിട്ടൊരു ചാറ് പറയാൻ പറ്റില്ല, അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ ചൂരക്കണ്ണി എന്ന് പറഞ്ഞൊരു മീനാട്ടോ. അത് നമ്മുടെ തെക്കോട്ട് കൊഴിയാളെന്നൊക്കെ പറയും, തിരുവനന്തപുരം കൊല്ലത്തൊക്കെ. അപ്പോൾ ആ മീനിൻ്റെ അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. പൊരിക്കുന്നതിന് പകരം. പക്ഷെ ഇത് നമ്മൾ കഴിക്കുമ്പോൾ ശരിക്കും ഈ റോസ്റ്റ് കഴിക്കില്ല, അതേ ടേസ്റ്റിന് കേട്ടോ. നല്ലൊരു നമ്മൾ മീൻ പൊരിക്കുമ്പോൾ ചെയ്യുമ്പോൾ സൈഡിൽ വരഞ്ഞിട്ടൊക്കെ തന്നെയാണ് ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഭക്ഷണം. പിന്നെ നെല്ലിക്കയുടെ ഉപ്പിലിട്ടത് കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ. ഉപ്പിലിട്ടാകുമ്പോൾ പിന്നെ ഈ കൊളസ്ട്രോളിൻ്റെ വിഷയങ്ങളും വരുന്നില്ലല്ലോ. കൊഴുപ്പ് അല്ലെങ്കിൽ എണ്ണയിൽ പൊരിച്ചിട്ടുള്ള സംഭവങ്ങൾ, മധുരം, അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലാത്തൊരു ഫുഡാണ് ഈ നെല്ലിക്ക എന്ന് പറയുമ്പോൾ. ഇത് നെല്ലിക്ക ഇപ്പോൾ വാങ്ങാൻ കാരണം എന്ന് വെച്ചാൽ റേഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഗുണങ്ങൾ കേട്ടിട്ടാണ്. ഈ എന്താ പറയുക, കൊളസ്ട്രോളൊക്കെ നല്ലതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് കുറച്ച്. അപ്പോൾ അതൊക്കെ ആയിട്ട് കുറച്ച് വാങ്ങിയതാണ്. അപ്പോൾ ആ വാങ്ങിയതിൽ ഒരു പകുതി എടുത്തിട്ട് ഉപ്പിലിടാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിലിട്ട നെല്ലിക്കയും പിന്നെ പച്ചക്കറിയുടെ ഒരു കൂട്ടുകറി മോഡലുള്ളതും മീൻ വറ്റിച്ചുള്ള അത്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചഭക്ഷണം. ചെറുതുണ്ട് പിന്നെ വലുതും ഉണ്ട് കേട്ടോ. ഇപ്പം എടുത്തത് ചെറുത്, ഇത് വലുത്. രണ്ടൈറ്റം കൂടി മിക്സ് ആക്കിയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ചെറുതും ഉണ്ട് വലുതും ഉണ്ട് നെല്ലിക്ക.